കൊച്ചി മറൈൻ ഡ്രൈവിൽ സ്ഥിതി ചെയ്യുന്ന മഴവിൽ പാലത്തിന്റെ തൊട്ടടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ പാലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മലയാള സിനിമയിലെ ഒട്ടുമിക്ക ഗാനങ്ങളും ഈ പാലത്തിൽ വെച്ചാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. പറഞ്ഞു വരുന്നത്, സിനിമകളെയും ഗാനങ്ങളെയും ഒരുപാട് സ്നേഹിക്കുകയും അവ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളുടെ വിശേഷമാണ്. പരിചയപ്പെടാം മുഹമ്മദ് അഷ്റഫിനെ. ഗാനങ്ങളുടെ ശേഖരണത്തിൽ ഒരു കോടിപതിയെ കാണണമെങ്കിൽ ചന്ദിരൂരിലെത്തണം. തെക്കേപ്പള്ളത്തിൽ പറമ്പിൽ മലോത്ത് വീട്ടിൽ താമസിക്കുന്ന എം.എ. മുഹമ്മദ് അഷ്റഫ് എന്ന 56-കാരൻ 3 ലക്ഷം ഗാനങ്ങളാണ് സ്വന്തം മുറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഒപ്പം 1500-ൽ പരം സിനിമകളും. മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിലെ സിനിമാ ഗാനങ്ങൾ, നാടകഗാനങ്ങൾ, ഗസലുകൾ, ആൽബങ്ങൾ തുടങ്ങി മലയാളത്തിലെ മാപ്പിളപ്പാട്ടുകളും മുഹമ്മദ് റാഫിയുടെ പഞ്ചാബി ഗാനങ്ങളും ഇതിൽപ്പെടും. എല്ലാം മാസ്റ്റർ കോപ്പിയിൽ നിന്ന് പകർത്തി സൂക്ഷിക്കുന്നവയാണെന്ന പ്രത്യേകത കൂടിയുണ്ട്. പുതിയൊരു ഗിന്നസ് റെക്കോർഡിലേക്കുള്ള പാതയിലാണ് അഷ്റഫ്. ഗിന്നസ് ബുക്കിൽ അഷ്റഫ് കയറുമെന്ന വിശ്വാസത്തിലാണ് ഭാര്യ ഹാജറയും മക്കളായ ആസിഫ്, ഷെഫീഖ്, ഫസീല എന്നിവരും. ഫാമിലെല്ലാവർക്കും ഗിന്നസ് ബുക്കിൽ കയറണമെന്ന് തന്നെയാണ് ആഗ്രഹം. കയറുമെന്നാണ് വിശ്വസിക്കുന്നു. കയറിയിരിക്കും. വാപ്പിയുടെ വാശിയാണ്. പാട്ടിന്റെ കാര്യത്തിൽ മിനി കമ്പ്യൂട്ടറാണ് അഷ്റഫ്. ഒരു ഗാനത്തിന്റെ ആദ്യ വരി ഒന്ന് മൂളിയാൽ മതി, അടുത്ത നിമിഷം തന്നെ കണ്ണടച്ച് ആ ഗാനത്തിന്റെ സമ്പൂർണ്ണ വിവരങ്ങൾ അഷ്റഫ് ഓർത്തെടുത്ത് പറയും. ഗാനം പുറത്തിറങ്ങിയ വർഷം, ചിത്രം, ഗായകൻ, ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ, എന്തിനേറെ സിനിമ നിർമ്മിച്ച ബാനർ കൂടി പറഞ്ഞ് അഷ്റഫ് ചോദ്യകർത്താവിനെ നോക്കൂ. തന്റെ വാക്കുകൾക്ക് തെളിവായി പഴയ സിനിമയാണെങ്കിൽ ആ സിനിമയുടെ ഗ്രാമഫോൺ റെക്കോർഡ് തന്നെ എടുത്തുകാട്ടും. പുതിയ സിനിമയാണെങ്കിൽ സിനിമയുടെ CD എടുക്കും. ഒപ്പം കമ്പ്യൂട്ടറിൽ ആ പാട്ടുകൂടി കേൾപ്പിച്ച് അഷ്റഫ് ആ ചോദ്യത്തിന്റെ മറുപടി പൂർത്തിയാക്കൂ. 1940 റിലീസ് ചെയ്ത ജ്ഞാനാംബിക മുതൽക്കാണ് റെക്കോർഡുകൾ ഇറങ്ങിത്തുടങ്ങിയത്. അന്നു മുതൽ അടുത്തിടെ ഇറങ്ങിയ മലയാളത്തിലെ എല്ലാ ഗാനങ്ങളും അഷ്റഫിന്റെ ശേഖരണത്തിലുണ്ട്. ചില തെറ്റായ ധാരണകൾ തെളിവ് സഹിതം തിരുത്താനും അഷ്റഫ് തയ്യാറാണ്. മലയാളത്തിലെ ആദ്യ പുരുഷഗാന ശബ്ദം PB ശ്രീനിവാസന്റേതാണെന്ന തെറ്റിദ്ധാരണയുണ്ട്. എന്നാൽ 1940-ൽ പുറത്തിറങ്ങിയ മലയാളത്തിലെ ആദ്യ ഗ്രാമഫോൺ റെക്കോർഡ് ഇറങ്ങിയ ചിത്രമായ ജ്ഞാനാംബികയിൽ SK കുഞ്ഞു ഭാഗവതരുടേതാണ് മലയാള സിനിമാ ഗാനത്തിലെ ആദ്യ പുരുഷസ്വരമെന്ന് അഷ്റഫ് തെളിവുകൾ നിരത്തും. തന്റെ ഗാനങ്ങളുടെ മുഴുവൻ ശേഖരവും അഷ്റഫിന്റെ പക്കലുണ്ടെന്ന വിവരമറിഞ്ഞ് ഗാനഗന്ധർവൻ യേശുദാസ് അഷ്റഫിന്റെ വീട്ടിലെത്തിയത് അഷ്റഫിന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പാദ്യമായി കാണുന്നു. കൈവശമില്ലാത്ത പാട്ടുകൾ ദാസേട്ടന് അഷ്റഫ് സമ്മാനിക്കുകയും ചെയ്തു. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അംഗീകാരം. ഗാനഗന്ധർവൻ്റെ വീട്ടിൽ വിടുക, ഗാനഗന്ധർവൻ്റെ അച്ഛൻ്റെ പാട്ടുകൾ കേൾക്കുക, ഞാൻ കേൾപ്പിച്ചു കൊടുക്കുക, അതൊക്കെ ഒരു എന്താ പറയുക, എത്ര നിധി കിട്ടിയാലും ദാസേട്ടൻ വന്ന മാതിരി ആവൂല. ഗാനങ്ങൾ മാത്രമല്ല 1500-ൽ പരം സിനിമകളും ഈ സംഗീതപ്രേമിയുടെ കയ്യിലുണ്ട്. നിവേദ്യം, മാനുഷാദ, ലൈല മജ്നു, വിലയ്ക്ക് വാങ്ങിയ വീണ, ഭാര്യ, മറുനാട്ടിൽ ഒരു മലയാളി തുടങ്ങി 1951-ൽ പുറത്തിറങ്ങിയ ജീവിതനൗക മുതൽ 2013-ലെ ദൃശ്യം വരെയുള്ള ഒട്ടുമിക്ക സിനിമകളും ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. പ്രേം നസീർ ഫൗണ്ടേഷന് നസീറിന്റെ പഴയകാല ഗാനങ്ങൾ അഷ്റഫ് സമ്മാനിച്ചു. അഷ്റഫിന്റെ ശേഖരണ മനോഭാവം അറിഞ്ഞ് പ്രേം നസീർ ഫൗണ്ടേഷൻ ഒരു അവാർഡും അഷ്റഫിന് സമ്മാനിച്ചു. പഴയ ഗാനങ്ങളുടെ കൂട്ടുകാരനാണ് അഷ്റഫെങ്കിലും പുതിയ ഗാനങ്ങളെയും ഗായകരെയും ഏറെ ഇഷ്ടമാണ് അഷ്റഫിന്. പാട്ടുകളുടെ എൻസൈക്ലോപീഡിയയായ അഷ്റഫിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനം തീക്കളി എന്ന ചിത്രത്തിലെ യേശുദാസ് ആലപിച്ച വറ്റാത്ത സ്നേഹത്തിന്റെ ഉറവിടമല്ലോ പെറ്റമ്മ എന്ന ഗാനമാണ്. വറ്റാത്ത സ്നേഹത്തിൻ ഉറവിടമല്ലോ പെറ്റമ്മ, പെറ്റമ്മ, വാടാത്ത ത്യാഗത്തിൻ പൂവനമല്ലോ പെറ്റമ്മ, പെറ്റമ്മ. ഇപ്പോൾ കയ്യിലുള്ള പാട്ടുശേഖരം വെച്ച് ഒരു പുസ്തകം പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അഷ്റഫ്. പാട്ടിന്റെ വരികൾ, ഗാനം പുറത്തിറങ്ങിയ വർഷം, ചിത്രം, അങ്ങനെ എല്ലാ വിവരങ്ങളും അടങ്ങിയ പുസ്തകത്തിന്റെ പൂർത്തീകരണത്തിനായി ചുരുങ്ങിയത് 2 വർഷമെങ്കിലും കഴിയും. എങ്കിലും ആ സ്വപ്നം സാധ്യമാവാനുള്ള പരിശ്രമത്തിലാണ് ഗാനങ്ങളുടെ ഈ ലക്ഷപ്രഭു. തന്റെ ശേഖരണത്തിലൂടെ അടുത്ത തലമുറയ്ക്കും ഈ ഗാനങ്ങൾ കേൾക്കാൻ കഴിയണം. അവരും വയലാറിനെയും ബാബുരാജിനെയും പരിചയപ്പെടണം. ഇതൊക്കെ നശിഞ്ഞു പോണതാണ്. ഇത് നശിക്കാൻ പാടില്ല. ഇനി തലമുറകളിലൂടെ വന്നു പോകേണ്ടതാണ്.
അവരിത് അറിയേണ്ടതാണ്. ഇങ്ങനെ ഒരാൾ ഈ ലോകത്തുണ്ടായിരുന്നു, ഇങ്ങനെ വയലാർ രാമവർമ്മ ഉണ്ടായിരുന്നു, ദേവരാജൻ മാഷ് ഉണ്ടായിരുന്നു, പി ഭാസ്കരൻ മാഷ് ഉണ്ടായിരുന്നു. ഇതെന്നൊക്കെ ഇനി വരാൻ പോണ തലമുറകൾക്ക് അതറിയണമെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർ ഇത് ശേഖരിച്ച് വെച്ചേ പറ്റും. ലക്ഷക്കണക്കിന് ഗാനങ്ങൾ കയ്യിലുണ്ടെങ്കിലും ഇതുവരെ പണത്തിനു വേണ്ടി ആർക്കും ഗാനങ്ങൾ നൽകിയിട്ടില്ല. ഗിന്നസ് ബുക്കിൽ കയറാനോ അവാർഡുകൾ കരസ്ഥമാക്കാനോ അല്ല അഷ്റഫ് പാട്ടുകളുടെ പിറകെ പോയത്. ഒരു കൗതുകം, ഗാനങ്ങളോടുള്ള പ്രേമം. ഇനിയും മരണം വരെ ഈ വേറിട്ട സംഗീത സപര്യ അഷ്റഫ് തുടരും.